വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു സമാധാന കരാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനുമേലുള്ള ആക്രമണം തൽക്കാലം നിർത്തിവെക്കുന്നു എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ്. ജൂൺ 13 കരാർ 14 കരാർ പൊടി തട്ടിയെടുത്ത് വീണ്ടും സമാധാനത്തിലേക്ക് പോകാൻ വേണ്ടി മധ്യസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഇറാനും കൂട്ടത്തിൽ സമ്മതിച്ചതായി റിപ്പോർട്ടുകൾ വരുന്നു. ഇറാൻ്റെ സെക്യൂരിറ്റി കമ്മീഷൻ്റെ വക്താവ് തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഈ രണ്ട് കൂട്ടരും പറയുന്നത് വിശ്വസിക്കാമെങ്കിൽ തൽക്കാലം സമാധാനം പുലരുന്ന രാത്രിയായി ഓഗസ്റ്റ് 2 ഈ രാത്രിയും മാറുകയാണ് എന്നർത്ഥം. ഇനി തങ്ങളെ ആക്രമിക്കരുതേ എന്ന് ഇറാൻ ട്രംപിനോട് പറഞ്ഞതുകൊണ്ടാണ് തൽക്കാലം ആക്രമണം നിർത്തുന്നത് എന്ന വിധത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് നടത്തിയിരിക്കുന്ന പ്രസ്താവനയെ പച്ചക്കള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ എതിർക്കുന്ന രംഗവും ഇന്ന് നമ്മൾ കാണുകയാണ്. മാത്രമല്ല ഒരു കാര്യം കൂടി ഇറാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആക്രമണം ഏതെങ്കിലും വിധത്തിൽ തുടർന്നാൽ, മുന്നോട്ട് വീണ്ടും ആക്രമണത്തിന് വന്നാൽ ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കും എന്ന കാര്യം ഓർമ്മിച്ചിരിക്കണമെന്നും ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് വ്യക്തിപരമായി പല കാര്യങ്ങളും ഇപ്പോൾ പറയുന്നത് തൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് ആഗോള മാധ്യമങ്ങളിൽ വന്നൊരു പരാമർശം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. $1,00,000 കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്താൽ നേരത്തെ കൂട്ടി പല വാർത്തകളും നിർണായകമായ ഇൻഫർമേഷനും ട്രൂത്ത് സോഷ്യൽ വഴി തൻ്റെ വക കിട്ടും എന്ന് ട്രംപ് പറഞ്ഞതായും അതിനെ അന്താരാഷ്ട്ര രംഗത്തുള്ള സാമ്പത്തിക വിദഗ്ധരും മറ്റു പല നിരീക്ഷകരും ശക്തമായി എതിർത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. പറയാനിരിക്കുന്ന കാര്യങ്ങൾ വൈകുന്നേരമോ നാളെയോ പറയാനിരിക്കുന്ന കാര്യങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ആളുകൾക്ക് മാത്രമായിട്ട് കിട്ടുമെങ്കിൽ അതനുസരിച്ച് ഓഹരി കമ്പോളത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ളയാളാണല്ലോ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന പദവി. അപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ്സിന് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാമോ എന്ന് വിവിധ തലങ്ങളിൽ നിന്നുകൊണ്ട് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉയർന്നുകൊണ്ട് പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ വിഷയം. എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു അമേരിക്കൻ പ്രസ്താവന ഉച്ചയ്ക്ക് ശേഷം വരുമ്പോൾ സ്വാഭാവികമായും അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില വർധനവ്, വിലക്കുറവ് ഇതൊക്കെ ബാധകമാവുകയും ആളുകളെ എല്ലാവരെയും ബാധിക്കുന്ന വിഷയമായി മാറുകയുമാണല്ലോ. ഇപ്പോൾ പ്രസ്താവന വരുന്നു, ഹോർമോസ് അടയ്ക്കുന്നു എന്ന് പറയുന്നു, തുറക്കുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എണ്ണ വിലയിൽ മാറ്റം വരുന്നു, സ്വർണ്ണ വിലയിൽ മാറ്റം വരുന്നു, ഓഹരി കമ്പോളങ്ങൾ മാറുന്നു, തകരുന്നു, പൊട്ടുന്നു, പൊളിയുന്നു. ഇങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോൾ സാധാരണക്കാരൻ കൂടുതൽ കാശ് കൊടുത്ത് സേവനങ്ങളും സാധനങ്ങളും വാങ്ങിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ബജറ്റിൽ നിൽക്കുന്നില്ല കാര്യങ്ങൾ എന്നൊരു പരാതിയും സജീവമായിട്ട് വരികയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും സെപ്റ്റംബർ മാസത്തിലേക്ക് വേണ്ടി ഇപ്പോൾ തന്നെ ഒപെക് പ്ലസ് രാജ്യങ്ങൾ വളരെ സജീവമായിട്ട് അവരുടെ ഔട്ട്പുട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് മാർക്കറ്റിൽ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾക്ക് തുടക്കം കുറിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ മധ്യസ്ഥരുടെ റോളിൽ നിന്നുകൊണ്ട് സൗദി അറേബ്യ ചില ഇടപെടലുകൾ നടത്തിയതാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു സമാധാന സാഹചര്യത്തിൻ്റെ അടിത്തറയെന്നും ചില റിപ്പോർട്ടുകൾ പറയുകയാണ്. ഇതിനിടയിൽ നമ്മൾ കാണാതെ പോകുന്നൊരു കാര്യം, ഒരു ഭാഗത്ത് യുദ്ധം നിർത്തുന്ന വാർത്തയൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു, എല്ലാവർക്കും സന്തോഷമായി ആശ്വാസമായി വരുന്നു. എന്നാൽ ഇസ്രയേലി സേന ഗസയിൽ വീണ്ടും അതിശക്തമായ ആക്രമണം അവിടുത്തെ റെസിഡൻഷ്യൽ മേഖലയിൽ നടത്തുകയും 13 പേർ ഗസയിൽ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടും കൂടി വരികയാണ്. നേരത്തെ ഇതേ ട്രംപ് ഒപ്പിട്ട, കൂടെ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിച്ച ഒരു കരാറുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം പാടില്ല എന്നുള്ളത്. അത് ഇതുവരെ സമ്പൂർണ്ണമായി പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖഭാരവും ഈ മേഖലയിൽ കിടക്കുകയാണ്. ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് നിർവീര്യമാക്കാതെ, നിരായുധീകരിക്കാതെ സേന പിന്മാറില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥ എവിടെ നിൽക്കുന്നു എന്ന് പോലും ലോകം ഇപ്പോൾ ചിന്തിക്കാതെ കടന്നു പോവുകയാണ്. UAE അടക്കം ഗൾഫ് രാജ്യങ്ങൾ കൊടും ചൂടിലാണ്. ഓഗസ്റ്റ് 10 വരെ, ഇന്നിപ്പോൾ 2 രാത്രിയാവുന്നു, ഇനിയൊരു 8 ദിവസം കൂടി കൊടും ചൂടുണ്ടാകുമെന്നും ആ കൊടും ചൂടിൻ്റെ ശമനം 11 മുതൽ ആരംഭിക്കുമെന്നുമാണല്ലോ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രതീക്ഷ. ഈ 8 ദിവസം കടത്തിവിടുന്ന കൂട്ടത്തിൽ ശുഭകരമായൊരു സൂചന ഇന്ന് വരുന്നത്, ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ 3-4 ദിവസത്തേക്ക് മഴ കിട്ടാനുള്ള സാധ്യത UAEയിലുണ്ട് എന്നാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷം കിഴക്കൻ മേഖലകളിൽ മഴ കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. മഴയുടെ കെടുതികളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ 6000-ഓളം ആളുകൾ ഇന്ന് പറയുന്ന ഞായറാഴ്ച വൈകുന്നേരം വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്.
നാളെ 10 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരിക്കുന്നു തിങ്കളാഴ്ചയായിട്ട്. അങ്ങനത്തെ സാഹചര്യമാണ്. ചെങ്ങന്നൂരും കുട്ടനാട് താലൂക്കുകളിൽ അവിടെയും അവധി പ്രഖ്യാപിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. 8 പേർ മരിച്ചു, 8 പേരെ കാണാതായി, ഒരുപാട് വീടുകൾ തകർന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ വീണ്ടും തുറക്കണം എന്ന വിധത്തിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ നിൽക്കുന്നത്. ഏതായാലും നമ്മുടെ പ്രാർത്ഥനകളിൽ, നമ്മുടെ കരുതലുകളിൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം കൂടി ഉണ്ടാകണം എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ ഇന്നത്തെ നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി. Night Updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Gold Star Rent-A-Car, Fira Foods, Explore Education, Impulse Warehouse, Dr. Rasina's Ayurvedic Clinic, Ain Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.